വർഷങ്ങളായി ആദായ നികുതി അടച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് BJP. മദ്യനയത്തിൽ പിടിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചതും BJP. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനെയും ജയിലിലടച്ചതും BJP. അതേ BJP തന്നെയാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ അഴിമതി കഥകൾ മറയ്ക്കാനും പൊറുക്കാനുമൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ ഇങ്ങനെ BJP വാങ്ങുന്ന പണം മാത്രം സംഭാവനയാണ്. അതിന് EDയുടെ ചോദ്യവുമില്ല, അന്വേഷണവുമില്ല, ആരെയും അറസ്റ്റ് ചെയ്യുകയുമില്ല, ആർക്കും പരാതിയുമില്ല. ഇപ്പോഴിതാ അതീവ സുരക്ഷിതമായിട്ട് കോഴപ്പണം കൈമാറാൻ കണ്ടെത്തിയിരിക്കുന്ന മാർഗം തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ. ആരും ചോദിക്കില്ല, ആരും മറുപടി നൽകുകയുമില്ല. ഇക്കാര്യത്തിൽ BJPയും ഒട്ടും മോശമല്ല, അതിനൊട്ടും തന്നെ മോശമല്ല കോൺഗ്രസും. കാരണം വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരുകളും ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ കോഴപ്പണം തകർത്ത് വാരിയിട്ടുണ്ട് BJPക്കൊപ്പം. ഇലക്ട്രൽ ബോണ്ട് വഴി DLFൽ നിന്നും BJP 170 കോടി രൂപ വാങ്ങിയതായാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കണക്കുകൾ. മറ്റാരും രക്ഷിക്കാനല്ല, ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ ആ കേസിൽ നിന്നും സോണിയാഗാന്ധിയുടെ മരുമകനും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്രയെ രക്ഷിക്കാൻ. അങ്ങനെ വദ്രയിൽ നിന്നും BJP വൻതുക കൈപ്പറ്റി. പണം പിന്നീട് കിട്ടിയ ശേഷം ഹരിയാന സർക്കാർ വദ്രയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി. ഗുരുഗ്രാമിലെ ഭൂമി ഇടപാടുകളിൽ അഴിമതി ആരോപിച്ച് 2018 സെപ്റ്റംബറിലാണ് ഹരിയാന പോലീസ് റോബർട്ട് വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ DLF ഗ്രൂപ്പിനുമെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും ഇരുവരുടെയും മൊഴിയെടുത്തതും. ആന്ധ്രയിൽ നിന്നുള്ള BJP MP CM രമേശിൻ്റെ ഋതിക് പ്രൊജക്ട്സ് നിർമ്മാണ കമ്പനി കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടുകളുടെ നൽകിയത് 30 കോടി രൂപ. ഇതിന് പകരമായി രമേശിന് കിട്ടിയതോ ഹിമാചലിൽ 1098 കോടി രൂപയുടെ അണക്കെട്ട് നിർമ്മാണ പദ്ധതി. ഈ 30 കോടി രൂപ ബോണ്ട് വഴി അടിച്ചെടുത്തത് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ. 2023 മാർച്ച് 22-നാണ് ഹിമാചലിലെ പൊതുമേഖലാ സ്ഥാപനമായ SVJN ലിമിറ്റഡ് ഋതിക് പ്രൊജക്ട്സുമായി സുന്നി അണക്കെട്ട് പദ്ധതിക്കായി 1098 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചത്. തൊട്ടു പിന്നാലെയാണ് 30 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി രമേശിൻ്റെ സ്ഥാപനം കോൺഗ്രസിന് കൈമാറിയത്. ആകെ 45 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഋതിക് കമ്പനി വാങ്ങി ഹിമാചലിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുകയും ചെയ്തു. ഇതിൽ 66% അടിച്ചുകൊണ്ടുപോയത് കോൺഗ്രസ് തന്നെയാണ്. SBI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോൺഗ്രസിന് ലഭിച്ചത് 1421.86 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച MKG ഗ്രൂപ്പും സഹസ്ഥാപനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ പണം കോൺഗ്രസിന് ബോണ്ട് വഴി കൈമാറിയത്, 160.6 കോടി രൂപ. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും സഹസ്ഥാപനമായ വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ കമ്പനിയും കോൺഗ്രസിന് നൽകിയത് 128 കോടി രൂപ. ഇതിൽ 110 കോടി രൂപയും വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷനാണ് കൈമാറിയത്. രാജ്യത്തെ പ്രധാന ഖനിക്കുത്തകയായ വേദാന്ത ഗ്രൂപ്പും കോൺഗ്രസ് നൽകി 125 കോടി രൂപ. യശോദ ഗ്രൂപ്പ് കോൺഗ്രസ് നൽകിയത് 64 കോടി രൂപ. ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ കർണാടകയിൽ 50 കോടി രൂപയും നൽകി. കർണാടകയിൽ അധികാരത്തിലെത്തിയ 2023-ലാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത്, 793 കോടി രൂപ. 2023 നവംബർ 12-ന് പണി നടന്നുകൊണ്ടിരിക്കെ തകർന്നു വീണ സിൽക്കിയാര തുരങ്കത്തിൽ 41 തൊഴിലാളികളാണ് കുടുങ്ങിപ്പോയത്. ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ നിർമ്മാണത്തിനിടെ തകർന്ന സിൽക്കിയാര തുരങ്കത്തിൻ്റെ നിർമ്മാതാക്കളായ നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് നൽകേണ്ടി വന്നത് ആദ്യം 55 കോടി രൂപയായിരുന്നു. പിന്നീട് മോദി സർക്കാർ വന്ന ശേഷം നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ നിർമ്മാണ കരാർ ഈ നവയുഗയ്ക്ക് ലഭിച്ചു. 2018 ഒക്ടോബറിൽ ഈ സ്ഥാപനത്തിൽ ആദായ നികുതിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അതൊന്നും പിന്നീട് ഒരു വിഷയമായില്ല. ആ റെയ്ഡിന് ശേഷമാണ് ആദ്യ ഗഡുവായി നവയുഗ 30 കോടി രൂപ BJPക്ക് നൽകിയത്. ഘട്ടം ഘട്ടമായി ബാക്കി തുകയും നൽകി. കർണാടകയിലെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് 50 കോടി രൂപ കൈമാറിയത്. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമെന്ന സർവേ ഫലങ്ങൾ വന്നതോടെയാണ് സാന്റിയാഗോ മാർട്ടിൻ ഈ തുക നൽകിയതും. ഈ സാന്റിയാഗോ മാർട്ടിൻ മാത്രം 2019 ഏപ്രിൽ മുതൽ 2024 ഫെബ്രുവരി വരെ 1368 കോടി രൂപ ഇങ്ങനെ BJPക്കും കോൺഗ്രസിനും മറ്റ് സംസ്ഥാനതല പാർട്ടികൾക്കും കൈമാറിയിരുന്നു. BJPക്ക് 100 കോടിയും കോൺഗ്രസിന് 50 കോടി രൂപയും കിട്ടി. അങ്ങനെ BJPയും കോൺഗ്രസും ചേർന്ന് തകർത്ത് തന്നെ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട്. അത് വെറും പണമല്ല, കോഴപ്പണം തന്നെയാണ്. അതിന് മാത്രം ആർക്കും ഒരു പരാതിയുമില്ല, ഒരു കേസുമില്ല, ഒരു അഴിമതി ആരോപണവുമില്ല, EDയുടെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടുമില്ല. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഇങ്ങനെ ഉപകാരസ്മരണയായിട്ട് കോൺഗ്രസും BJPയും മത്സരിച്ച് ഇതുവരെ കോഴപ്പണം വാങ്ങുകയായിരുന്നു. ഇതിലോർക്കേണ്ട ഒരു കാര്യം, 1 രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് തുക പോലും CPMോ ഇടത് പാർട്ടികളോ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ തന്നെ തങ്ങൾക്ക് ഈ പണം വേണ്ട, ഇത്
അഴിമതിയുടെ കറപുരണ്ട പണമാണെന്ന് CPM ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു.